ഹലോ മക്കളെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് അരിതമെറ്റിക് സീക്വൻസ് ആൻഡ് ആൽജിബ്ര പറഞ്ഞ ചാപ്റ്റർ ആണ്. നമ്മുടെ മാത്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്കറിയാം മലയാളത്തിൽ നമ്മൾ സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ പഠിച്ചിരിക്കുന്നവരായിരിക്കും. കുറെ ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവില്ല, ഒന്നും കുഴപ്പമില്ല. ഈ ചാപ്റ്റർ നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ചാപ്റ്റർ സെറ്റ് ആയിരിക്കും. ഈ ചാപ്റ്ററിലെ എല്ലാ കണ്ടന്റും നമുക്ക് ഉഷാറായി പഠിക്കാം. നിങ്ങൾ ഇതിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ആയിട്ട് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഏത് ലെവലിലെ കുട്ടികൾക്കാണെങ്കിലും, ഇപ്പോൾ താഴ്ന്ന് നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിലും, ഇപ്പൊ എബോ ആവറേജ് നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിലും, ആവറേജിലെ കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും നമുക്ക് ഒരേപോലെ മനസ്സിലാക്കി തരുന്ന രീതിയിൽ നമുക്ക് ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് തുടങ്ങാണ്. അപ്പൊ നിങ്ങൾ ഫുൾ ടൈമിന്റെ കൂടെ വേണം, എന്നാൽ മാത്രമല്ല നമുക്ക് ഇത് സെറ്റായി പഠിക്കാൻ കഴിയുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് ആണ്. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആ രീതിയിൽ നിങ്ങൾ എല്ലാവരും ആ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഏറ്റവും സിമ്പിൾ ആയ രീതിയിൽ ഈ ചാപ്റ്റർ പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് ആണ് ആൽജിബ്രായിക് ഫോം ഓർ nth ടേം എന്നൊക്കെ വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ ആൽജിബ്രായിക് എക്സ്പ്രഷൻ എന്നൊക്കെ പറയും. അതായത് ബീജഗണിത രൂപം അല്ലെങ്കിൽ n-ാം പദം കണ്ടുപിടിക്കുക, ഇങ്ങനെയൊക്കെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയാം. Find the algebraic expression of the given sequence, അല്ലെങ്കിൽ find the nth term of the given sequence, അല്ലെങ്കിൽ ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഈ ശ്രേണിയുടെ n-ാം പദം കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് നമ്മളോട് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ ഇത്രയുള്ള മക്കളെ, നമ്മുടെ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ ആണ് ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൽജിബ്രായിക് എക്സ്പ്രഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് xn is equal to dn plus f minus t. ഈ ഇക്വേഷൻ നിങ്ങൾ തറായി പഠിച്ചാൽ മതി. xn is equal to dn plus f minus t ആണ്. ഇതിലെല്ലാ ടേംസും നമുക്ക് പരിചയമുള്ള ടേംസ് ആണ്, ഒന്നും നമുക്ക് പുതിയതായിട്ടില്ല. ഇതിൽ ഡി പറഞ്ഞാൽ നമുക്കറിയാം കോമൺ ഡിഫറൻസ്, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. കോമൺ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഡി പറഞ്ഞാൽ നമ്മൾ കോമൺ ഡിഫറൻസ് പറയും, അല്ലെങ്കിൽ പൊതുവ്യത്യാസം, മലയാളത്തിൽ നമ്മൾ പൊതുവ്യത്യാസം വിളിക്കും. അതേപോലെ എഫ് പറഞ്ഞാൽ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം എന്ന് പറയും. അതേപോലെ n പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ സീക്വൻസ്. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാം. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വരിക ഫൈൻഡ് ദ ആൽജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് ദ ഗിവൺ സീക്വൻസ് പറഞ്ഞിട്ടാ. അതായത് താഴെ തന്നിരിക്കുന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുക. അപ്പോ നമുക്ക് ഫസ്റ്റ് തന്ന ശ്രേണി പറഞ്ഞാല് 4, 7, 10 എക്സെട്ര ആണ്. ഈ ശ്രേണിയുടെ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ ബീജഗണിത രൂപം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ആൽജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അപ്പൊ മക്കളെ നമുക്കറിയാം എന്താ ഇക്വേഷൻ? xn is equal to dn plus f minus d എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇക്വേഷൻ എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ ഇക്വേഷനിൽ തന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഒന്ന് എഴുതി വെക്കുക. അതായത് ഇവിടെ കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ നമുക്കറിയാം സെക്കൻഡ് ടേമിന്ന് ഫസ്റ്റ് ടേം കുറക്കുക. അതായത് 7 - 4 പറഞ്ഞാൽ നമുക്ക് 3 എന്ന് കിട്ടും കോമൺ ഡിഫറൻസ്. അതേപോലെ നമുക്കറിയാം ഫസ്റ്റ് ടേം പറഞ്ഞതിൽ f is equal to 4 എന്നും വരും. ഈ രണ്ട് കാര്യം നമ്മൾ ആദ്യം എഴുതി വെക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൽജിബ്രായിക് എക്സ്പ്രഷൻ എഴുതുമ്പോൾ നമ്മൾ n-ന് വാല്യൂ കൊടുക്കൂല, n-ന് ഒന്നും ചെയ്യില്ല, n അതേപോലെ എഴുതും. അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. എപ്പോഴും നമ്മൾ ആൽജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപമൊക്കെ എഴുതുമ്പോൾ നമ്മൾ എന്തിനു വാല്യൂ എടുക്കാൻ പറ്റില്ല? n-ന് വാല്യൂ എടുക്കാൻ പറ്റില്ല. n മാത്രം അതേപോലെ എഴുതും, ബാക്കി എല്ലാത്തിനും വാല്യൂ എടുക്കാം. നമുക്ക് വാല്യൂ എടുത്ത് തുടങ്ങിയാലോ? ഇപ്പൊ ആദ്യ ഇക്വേഷൻ xn is equal to നമുക്കറിയാം dn plus f minus d ആണ്. ഇവിടെ d പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചു 3 ആണ്. അപ്പൊ is equal to 3. n-ന് വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് n നമ്മൾ അതേപോലെ എഴുതാണ് 3n plus നമുക്കറിയാം f 4 എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ 4 - 3. ഇനി നമുക്ക് is equal to 3n അതേപോലെ എഴുതാം, പ്ലസ് നമുക്കറിയാം 4 - 3 അറിഞ്ഞ എത്ര വരും? 1 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 4, 7, 10 എക്സെട്ര പറഞ്ഞ സീക്വൻസിന്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് പറയും. അതായത് xn is equal to 3n plus 1. ഇനി നമുക്ക് ഇതൊന്നും ചെയ്യാല്ലേ. ഇനി ചില കുട്ടികൾ 3n plus 1 4 എന്നൊക്കെ എഴുതിക്കും. അതൊരിക്കലും ചെയ്യരുത്. ഇതാണ് നമ്മുടെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ. ഈ സീക്വൻസിന്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ പറഞ്ഞാൽ xn is equal to 3n plus 1 ആണ്. അപ്പൊ നമുക്ക് അടുത്തൊരു സീക്വൻസും കൂടി അതും കൂടി നമുക്ക് നോക്കി നോക്കാം. അടുത്ത സീക്വൻസ് പറഞ്ഞാൽ 5, 12, 19 എക്സെട്ര പറഞ്ഞ സീക്വൻസ് ആണ്. അപ്പൊ ഇതിന്റെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൽജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതാം xn is equal to dn plus f minus d എന്നാണ്. ഓക്കെ, ഇവിടെ നമ്മൾ തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം കോമൺ ഡിഫറൻസ് d is equal to നമുക്കറിയാം സെക്കൻഡ് ടേമിന്ന് ഫസ്റ്റ് ടേം കുറക്കുക. അതായത് 12 - 5 is equal to നമുക്ക് 7 എന്ന് കിട്ടും. അതേപോലെ ഫസ്റ്റ് ടേം ആദ്യ പദം നമുക്ക് എത്ര എന്ന് അറിയാം? 5 എന്നും അറിയാം. അപ്പൊ നമുക്ക് തന്ന കാര്യം ഒന്ന് സൈഡിൽ എഴുതി വെക്കുക. ഇതാണ് നമ്മൾ എപ്പോഴും ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി നമ്മൾ നേരെ അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്കറിയാം xn is equal to d പറഞ്ഞാൽ നമുക്കറിയാം 7 ആണ്. n-ന് വാല്യൂ കൊടുക്കേണ്ട n അതേപോലെ ഇത് പ്ലസ് f minus d എന്ന് പറഞ്ഞാൽ 5 - 7 എന്ന് വരും. is equal to നമുക്ക് 7n അതേപോലെ എഴുതി വെക്കുക 7n പ്ലസ്. ഇനി നമുക്കറിയാം 5 - 7. 5 - 7 പറഞ്ഞാൽ ഡിഫറൻസ് സൈൻ ആണ്. വ്യത്യസ്ത ചിഹ്നം എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കും. അപ്പോ
7 5 കുറച്ചാൽ നമുക്ക് 2 എന്ന് കിട്ടും. അവിടെ വലുതിന്റെ സൈന് മൈനസ് ആയതുകൊണ്ട് ആൻസർ നമുക്ക് -2 എന്ന് കിട്ടും. അപ്പൊ 5 - 7 പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? -2 എന്ന് വരും. അപ്പൊ 7n + -2 എന്ന് അവിടെ വരിക. അപ്പൊ നമുക്കറിയാം പ്ലസും മൈനസും ഒപ്പം വന്ന എന്തായി മാറും മക്കളെ? മൈനസ് ആയി മാറും. അപ്പൊ ആ പ്ലസും മൈനസും നമ്മൾ എന്തായിട്ട് എഴുതാണ്? മൈനസ് ആയിട്ട് എഴുതാണ്. ഈക്വൽ ടു നമുക്ക് 7n - 2 എന്ന് കിട്ടും. ഇതാണ് ഈ 5 12 19 എക്സെട്ര പറഞ്ഞ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ പറഞ്ഞാൽ xn = 7n - 2 എന്നാണ്. ഓക്കെ, അപ്പൊ മക്കളെ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലായി കരുതുന്നുണ്ടാവും. അപ്പൊ ഇത്രേ ഉള്ളൂ. നമുക്ക് ഏത് സീക്വൻസിന്റെ ആൽജിബ്ര എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം n-ാം പദം എന്ത് കണ്ടാലും നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് xn = dn + f - t. ഇത് വെച്ച് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാം. അപ്പൊ നമുക്ക് ആൽജിബ്ര എക്സ്പ്രഷൻ കാണാനല്ലോ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. അപ്പൊ 2 മോഡൽ ചെയ്തു, പ്ലസും മൈനസും വരുന്നത്. ഇനി നമുക്ക് ഒരു മോഡൽ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സെറ്റ് ആവും. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് 10 8 6 4 എക്സെട്ര. ഇതിന്റെ കൂടി നമ്മൾ എന്ത് കാണണം? ആൽജിബ്ര എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത രൂപം കാണണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇക്വേഷൻ എന്താണ്? xn = dn + f - d എന്നാണ്. ഇക്വേഷൻ നിങ്ങൾ സെറ്റ് ആയി പഠിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഇത് സെറ്റ് ആവുക. ഇനി നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്? തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. അതായത് നമുക്കറിയാം ഇവിടെ d = കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? പൊതുവ്യത്യാസം എത്രയാണ് മക്കളെ? 8 - 10. പൊതുവ്യത്യാസം പറഞ്ഞാൽ 8 - 10 എന്ന് വരും. ഇതും വ്യത്യസ്ത ചിഹ്നമാണ്. വ്യത്യസ്ത ചിഹ്നം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന് ചിഹ്നം ഇട്ട് കൊടുക്കണം. അപ്പോൾ 10 8 കുറച്ച് നമുക്ക് 2 എന്ന് കിട്ടും. ഇവിടെ വലുതിന്റെ ചിഹ്നം ഏതാണ്? മൈനസ് ആണ്. അപ്പൊ വലുതിന്റെ സൈന് മൈനസ് ആയതുകൊണ്ട് നമുക്ക് കോമൺ ഡിഫറൻസ് എത്ര കിട്ടും? -2 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്കറിയാം ഇവിടെ ഫസ്റ്റ് ടേം എത്രയാണ്? 10 ആണ്. ഓക്കെ, അപ്പോ നമ്മൾ ഇനി നേരെ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാണ്. അപ്പൊ = d നമുക്ക് -2 എന്ന് കിട്ടി. -2 എന്നിന് വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ് ആൽജിബ്ര എക്സ്പ്രഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യരുത്? എന്നിന് മാത്രം വാല്യൂ കൊടുക്കരുത്. അപ്പൊ n അതേപോലെ എഴുതുക പ്ലസ് f - d പറഞ്ഞ ഫസ്റ്റ് ടേം ഇവിടെ 10 ആണ്. മൈനസ് ഇവിടെ ഓൾറെഡി ഒരു ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി അവിടെ ഇട്ട് കൊടുക്കണം. ഇനി കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയാണ്? -2 ആണ്. അപ്പൊ ആ -2 നമ്മൾ വേറെ എഴുതണം. അപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഈ -2 ഒറ്റതിൽ കൊടുക്കും. അങ്ങനെ പറ്റില്ല. ഇവിടെ ഓൾറെഡി ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ട്, പിന്നെ കോമൺ ഡിഫറൻസിന്റെ -2 വേറെ കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യുമ്പോൾ -2n പ്ലസ് ഇവിടെ 10 - -2 എന്നാണ്. മൈനസും മൈനസും ഒപ്പം വന്നാൽ നമുക്കറിയാം പ്ലസ് ആവും. അപ്പൊ 10 - -2 എന്ന് പറഞ്ഞാൽ 10 + 2 = നമുക്ക് 12 എന്ന് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? ഈ 2 മൈനസ് വന്നത് പ്ലസ് ആവും. അപ്പൊ നമ്മളത് പ്ലസ് ആവും. 10 + 2 = എത്ര കിട്ടും? 12 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കിട്ടി xn = -2n + 12. അതായത് 10 8 6 4 എക്സെട്ര പറഞ്ഞ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൽജിബ്ര എക്സ്പ്രഷൻ പറഞ്ഞാൽ xn = -2n + 12 എന്ന് വരും. അപ്പൊ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൊതുവ്യത്യാസം മൈനസ് വരുമ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ഓൾറെഡി ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ട്. ആ മൈനസ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. മൈനസ് നോക്കിയിട്ട് വേണം ഇതിൽ ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ആൽജിബ്ര എക്സ്പ്രഷൻ പറഞ്ഞതിൽ 3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. എല്ലാവർക്കും ഓക്കെ ആണെന്ന് കരുതുന്നു. നിങ്ങൾ ഇതൊന്ന് കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. നിങ്ങൾ അതെന്ത് ചെയ്യണം? ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ഈ 3 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നാലും നിങ്ങൾ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. അപ്പോ ഈ ഒരു 3 ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതായത് 5 9 13 എക്സെട്ര ഈ സീക്വൻസിന്റെ ആൽജിബ്ര എക്സ്പ്രഷൻ, അതേപോലെ 19 25 31 എക്സെട്ര, അതേപോലെ 3 13 23 എക്സെട്ര. ഈ 3 ക്വസ്റ്റ്യന് 3 ലെവലിലെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ഈ ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് ചെയ്തെടുത്തിട്ട് ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ, നിങ്ങൾക്ക് അതിനുള്ള കാപ്പബിലിറ്റി ആയിട്ടുണ്ടോ, കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ചെയ്യുക. അതിന് ശേഷം മാത്രം ഈ ബാക്കി 3 ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് SN അല്ലെങ്കിൽ സം എന്നൊക്കെ പറയും. കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ആൽജിബ്ര എക്സ്പ്രഷൻ സെറ്റ് ആയി പഠിച്ചിട്ടുണ്ട്. മക്കളെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ചെയ്ത് നോക്കി കൺഫേം ആണെന്ന് ഉറപ്പ് വരുത്തണം. നിങ്ങൾക്ക് പഠിഞ്ഞിക്കണു നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തണം. അപ്പൊ അടുത്ത ടോപ്പിക്കാണ് നമ്മളിത് സം പറഞ്ഞ ടോപ്പിക്കാണ്. സമ്മിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക SN പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. സമ്മിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഓഡ് നമ്പർ ഓഫ് ടേംസിന്റെയും ഈവൻ നമ്പർ ഓഫ് ടേംസിന്റെ സമ്മ് കാണാനല്ലോ അതൊക്കെ പഠിച്ചു. ഓക്കെ, അപ്പോ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സമ്മിന്റെ ഏത് ടേംസ് ആയിക്കോട്ടെ, ഓഡ് നമ്പർ ഓഫ് ടേംസ് ആയിക്കോട്ടെ, ഈവൻ നമ്പർ ഓഫ് ടേംസ് ആയിക്കോട്ടെ, ഏത് ടേംസിന്റെ സമ്മ് കണ്ടാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഇക്വേഷൻ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതായത് 10 ടേംസിന്റെ സമ്മാണെങ്കിലും 15 ടേംസിന്റെ സമ്മാണെങ്കിലും ഏത് ടേംസിന്റെ സമ്മ് കണ്ടാലും നമ്മൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇക്വേഷൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. നിങ്ങൾ എന്തായാലും കാണാതെ പഠിക്കണ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാൻ നോക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ഇക്വേഷൻ പറഞ്ഞാൽ SN = n/2 × x1 + Sn.
സം കാണാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് Sn is equal to n/2 into x1 plus xn. അപ്പോ നമുക്ക് ഇന്നത്തെ ടേംസുകളൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് n പറഞ്ഞ നമ്പർ ഓഫ് ടേംസിന്റെ സീക്വൻസ്. അതായത് നമ്മളോട് 20 ടേംസിന്റെ സം കാണാൻ പറഞ്ഞ n എത്രയാണ്? 20. 15 ടേംസിന്റെ സം കാണാൻ പറഞ്ഞ n 15. അപ്പോ n പറഞ്ഞ നമ്പർ ഓഫ് ടേംസിന്റെ സീക്വൻസ്. നമ്മളോട് എത്ര ടേംസിന്റെ സം ആണോ കാണാൻ പറഞ്ഞേ അതിനെ നമ്മൾ n എന്ന് വിളിക്കാം. അതേപോലെ നമുക്കറിയാം x1 എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം എന്നൊക്കെ പറയും. അതേപോലെ xn പറഞ്ഞാൽ ലാസ്റ്റ് ടേം, അവസാന പദം. ഇതാണ് ഇതിൽ വരുന്ന ടേംസ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്മൾ പഠിച്ച എന്താണ്? Sn is equal to n/2 into x1 plus xn. ഇനി നമുക്ക് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്തല്ലേ മക്കളെ നോക്കുകയാണെങ്കിൽ find the sum of first 20 terms of the arithmetic sequence 6, 10, 14, etc. അതായത് ഈ തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. 6, 10, 14 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ എത്ര പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം? നമ്മൾ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം തുക ആണ് അല്ലെങ്കിൽ സം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം എന്താ ഇക്വേഷൻ? Sn is equal to n/2 into x1 plus xn. ഓക്കെ, അപ്പൊ നമുക്ക് സം കാണാൻ ഇക്വേഷൻ അറിയാം അല്ലെങ്കിൽ തുക കാണാൻ ഇക്വേഷൻ ആണ് Sn is equal to n/2 into x1 plus xn. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു ഇക്വേഷൻ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സൈഡിൽ എഴുതി വെക്കണം. നമുക്ക് അറിയുന്ന കാര്യങ്ങളും തന്ന കാര്യങ്ങളും ഒക്കെ സൈഡിൽ എഴുതി വെച്ചിട്ട് വേണം തുടങ്ങാൻ. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എക്സാം എഴുതാനും കാര്യങ്ങൾക്കും വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് നമുക്ക് ഇതില് x1 ആദ്യം എത്രയാണ് മക്കളെ? 6 നമുക്കറിയാം. അപ്പൊ 6 എന്ന് എഴുതി കൊടുക്കാം. അതേപോലെ d കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എത്ര ഇതിൽ വരിക? രണ്ടാം ഭാഗത്ത് നിന്ന് ഒന്നാം പദം കുറക്കുക, സെക്കൻഡ് ടേം ഫസ്റ്റ് ടേം കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 10 - 6 is equal to 4 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. ഇനി നമുക്ക് അറിയുന്ന കാര്യം എന്താണ്? n അറിയാം. n ഞാൻ നിങ്ങളോട് പറഞ്ഞു. n എന്താ എടുക്കേണ്ടത്? നമ്മളോട് എത്ര ടേംസിന്റെ സം ആണോ അല്ലെങ്കിൽ എത്ര പദങ്ങളുടെ തുകയാണോ കാണാൻ പറഞ്ഞത് അതാണ് നമ്മുടെ n. ഇവിടെ എത്ര ടേംസിന്റെ ആയിരുന്നു? 20 ടേംസിന്റെ ആണ്. അപ്പൊ n പറഞ്ഞ എന്താ എടുക്കുന്നത്? നമ്മൾ 20 എടുക്കണം. അപ്പൊ n is equal to 20 ഒന്നും കിട്ടി. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടതാണ് xn. ഓക്കെ, xn പറഞ്ഞാൽ എന്താ പറഞ്ഞ? ലാസ്റ്റ് ടേം അല്ലെങ്കിൽ അവസാന പദം എന്നാ പറഞ്ഞത്. അവസാന പദം പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം 20 ടേംസിന്റെ സമ്മ് അല്ലെങ്കിൽ 20 പദങ്ങളുടെ തുക പറഞ്ഞ അവസാന പദം ഏതാക്കാരം? 20ാമത്തെ പദാക്കാരം. 30 പദങ്ങളുടെ തുക പറഞ്ഞ അവസാന പദം ഏതാക്കാരം? 30ാമത്തെ പദാക്കാരം. 15 പദങ്ങളുടെ തുക പറഞ്ഞ അവസാന പദം ഏതാക്കാരം? 15ാമത്തെ പദാക്കാരം. അപ്പൊ xn ഇല്ലത് നമ്മൾ എടുക്കേണ്ടത് x20 ആണ്. 20ാമത്തെ പദമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കാരണം എന്താണ്? ഇവിടെ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഏത് കണ്ടുപിടിക്കണം? xn പറഞ്ഞാൽ x20 കണ്ടുപിടിക്കണം. 15 പദങ്ങളുടെ തുക x15 കണ്ടുപിടിക്കണം. ഇതെല്ലാവർക്കും തെറ്റുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ എത്ര പദങ്ങളുടെ തുകയാണോ നമ്മളോട് കാണാൻ പറഞ്ഞത് അതായിരിക്കും നമ്മൾ ലാസ്റ്റ് അവസാന പദമായി എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ x20 കണ്ടുപിടിക്കണം. അപ്പൊ x20 കണ്ടുപിടിക്കാൻ നീ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒന്നാം പാഠത്തിൽ പഠിച്ചു, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു xn കാണാൻ ഇക്വേഷൻ xn is equal to x1 plus n minus 1 into d എന്ന് പഠിച്ചു. അപ്പൊ നമുക്ക് ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് എന്ത് കണ്ടുപിടിക്കാം? 20ാമത്തെ ടേം കണ്ടുപിടിക്കാം അല്ലെങ്കിൽ 20ാമത്തെ പദം കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇനി നമ്മൾ പ്രാവശ്യം പഠിച്ചു, ഫസ്റ്റ് ടോപ്പിക്കിൽ പഠിച്ചു xn കാണാൻ ഇക്വേഷൻ എന്താണ്? dn plus f minus t. ഇതിൽ 3 ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഏതാ നിങ്ങൾക്ക് കംഫർട്ട് അതനുസരിച്ച് ചെയ്യാം. നിങ്ങൾ എങ്ങനെയാണോ ചെയ്ത് പഠിച്ചത് അതേപോലെ ചെയ്യാം. ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് xn is equal to dn plus f minus d എന്നാണ്. ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? xn പകരം 20 ഇട്ട് കൊടുത്താൽ 20ാമത്തെ ടേം അല്ലെങ്കിൽ 20ാം പദം കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമുക്കറിയാം d നമ്മൾ കണ്ടുപിടിച്ച് എത്രയാണ്? 4 ആണ്. 4 into n എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? n നമുക്ക് തന്നിട്ടുണ്ട് 20 ആണ്. അപ്പൊ 4 into 20 പ്ലസ് ആദ്യ പദം എത്രയാണ് മക്കളെ? 6 ആണ്. 6 മൈനസ് പൊതുവ്യത്യാസം എത്രയാണ്? 4. അപ്പൊ നമുക്ക് ഈസിക്കൽ ടു 4 into 20 പറഞ്ഞാൽ നമുക്കറിയാം 80 ആണ്. 80 പ്ലസ് 6 മൈനസ് 4 പറഞ്ഞാൽ എത്രയാടാ? 2 ആണ്. ഈസിക്കൽ ടു 82 എന്ന് കിട്ടും നമുക്ക്. അപ്പൊ നമുക്ക് 20th ടേം എത്ര കിട്ടി? 82 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി നേരെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് മാത്രമേ നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ചെയ്യല്ലേ? അപ്ലൈ ചെയ്ത് കൊടുക്കല്ലേ? അപ്പം ശ്രദ്ധിച്ചോ. അപ്പോ n നമ്മൾ എത്രയാണ് എഴുതി? 20 ആണ്. അപ്പോ 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം ആദ്യ പദം 6 ആണ് പ്ലസ് അവസാന പദം x20 നമ്മൾ കണ്ടുപിടിച്ചു 82 ആണ്. ഈസിക്കൽ ടു 20/2. 20ന്റെ പകുതി എത്ര മക്കളെ? 10 അല്ലേ? അപ്പൊ 20/2 ഈസിക്കൽ ടു 10. ബ്രാക്കറ്റ് പറഞ്ഞ അതിന്റെ അർത്ഥം മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഗുണനാണ്. അപ്പൊ 10 ഇൻറ്റു 6 പ്ലസ് 82 പറഞ്ഞാൽ നമുക്കറിയാം 88 ആണ്. 6 പ്ലസ് 82 പറഞ്ഞാൽ 88 വരും. ഈസിക്കൽ ടു നമുക്ക് 10 ഇൻറ്റു 88 880 എന്ന് വരും. അപ്പൊ നമുക്ക് ഈ സമാന്തര ശ്രേണി അല്ലെങ്കിൽ ഈ 6, 10, 14 എക്സെട്ര പറഞ്ഞ അരിതമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് 20 ടേംസിന്റെ സം നമുക്ക് എത്ര കിട്ടും? 880 എന്ന് കിട്ടും. ഒരു 3 മാർക്കിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും എക്സാമിന് ഈ ടോപ്പിക്കിന് ക്വസ്റ്റ്യൻ വരും. അപ്പൊ മക്കളെ നിങ്ങൾക്ക് സം ഓക്കെ ആണോ?
പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മുടെ ഇക്വേഷൻ ഒന്നുകൂടി നോക്കുക. Sn is equal to n/2 into x1 plus xn. ഇതിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം xn എന്താണ്? xn പറഞ്ഞ അവസാന പദമാണ്. 20 പദങ്ങളുടെ തുക കാണാൻ പറഞ്ഞ xn പറഞ്ഞ 20ാമത്തെ പദമായിരിക്കും. ഈ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, സുഖമായി നിങ്ങൾക്ക് മാർക്ക് വാങ്ങാം. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. അപ്പോ നമ്മളോട് പറഞ്ഞത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദ അരിതമെറ്റിക് സീക്വൻസ് 3, 5, 7 എക്സെട്ര. അതായത് 3, 5, 7 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക നമുക്ക് കണ്ടുപിടിക്കണം. അതിന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, നമ്മൾ സം കാണാൻ ഇക്വേഷൻ പഠിച്ചു. Sn is equal to n/2 into x1 plus xn. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താ ആദ്യം ചെയ്യേണ്ടത്, തന്ന കാര്യങ്ങൾ സൈഡിൽ എഴുതി വെക്കുക. അപ്പൊ നമുക്കറിയാം x1 ആദ്യ പദം ഇവിടെ എത്രയാണ്? 3 ആണ്. ഇനി അടുത്തത് പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം എത്ര മക്കളെ? 5 - 3. 5 - 3 പറഞ്ഞാൽ എത്ര വരും? നമുക്ക് പൊതുവ്യത്യാസം 2 എന്ന് കിട്ടും. ഓക്കെ ആണോ മക്കളെ? ഇനി നമുക്ക് അടുത്ത എന്താ എഴുതേണ്ടത്? n ഞാൻ എങ്ങനെ എടുക്കാൻ പറഞ്ഞേ? എത്ര പദങ്ങളുടെ തുകയാണോ കണ്ടുപിടിക്കുന്നത് അതാണ് നമ്മുടെ n. ഈ ക്വസ്റ്റ്യനിൽ എത്രയാണ്? ഫസ്റ്റ് 15 ടേംസ്. അപ്പൊ n ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? 15 എന്ന് വരും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? xn കണ്ടുപിടിക്കാം. അതിന്റെ ഇക്വേഷൻ എന്താണ്? dn plus f minus d. ഇത് എത്ര പദങ്ങളുടെ തുക നമ്മളോട് കാണാൻ പറഞ്ഞു? 15 പദങ്ങളുടെ അല്ലേ? അപ്പൊ xn പറഞ്ഞ അവസാന പദം. അവസാനം പറഞ്ഞ 15 പദങ്ങളുടെ തുക ഏതാക്കാരം? 15ാമത്തെ പദാക്കാരം. അപ്പൊ നമുക്ക് x15 കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നേരെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. പൊതുവ്യത്യാസം ഇവിടെ 2 ആണ്. 2 ഇൻറ്റു n പറഞ്ഞ 15ാമത്തെ പദം അല്ലേ? അപ്പൊ n വരെ എന്ത് കൊടുക്കുക? 15 എന്ന് കൊടുക്കുക. പ്ലസ് f മൈനസ് d. ആദ്യ പദം എത്രയാണ് മക്കളെ? 3 ആണ്. മൈനസ് പൊതുവ്യത്യാസം എത്രയാണ്? 2 എന്ന് വരും. ഇനി നേരെ ചെയ്യുമ്പോൾ 2 × 15 നമുക്ക് 30 എന്ന് അറിയാം. പ്ലസ് 3 - 2 പറഞ്ഞാൽ എത്രയാണ്? 1 ഈക്വൽ ടു നമുക്ക് 31 എന്ന് കിട്ടും, 15ാമത്തെ പദം. ഇനി നമ്മൾ നേരെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. തന്ന കാര്യങ്ങളൊക്കെ കിട്ടി. ഇത് കിട്ടിയ ഒരു കുട്ടിക്ക് സിമ്പിൾ ആയി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഈസ് ഈക്വൽ ടു n എത്രയാടാ? 15 പദങ്ങളുടെ തുകയാണെങ്കിൽ അപ്പൊ n ഈക്വൽ ടു എന്ത് വരും? 15/2 ഇൻറ്റു ആദ്യ പദം എത്രയാണ്? 3 ആണ്. പ്ലസ് xn അവസാന പദം എത്രയാണ്? 31 എന്നും വരും. ഓക്കെ, ഇനി 15/2 ഇൻറ്റു 3 + 31 പറഞ്ഞാൽ നമുക്ക് 34 എന്ന് കിട്ടും. ഇനി ആ മക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ഇരട്ട സംഖ്യ ആയിരുന്നു, 20 ആയിരുന്നു. 20/2 നമുക്ക് 10 എന്നറിയാം. അതേപോലെ 30/2 നമുക്ക് 15 എന്നറിയാം. 40/2 20 എന്നറിയാം. പക്ഷെ ഇവിടെ ഒറ്റ സംഖ്യയാണ്, 15/2 ആണ്. അപ്പൊ 15/2 നമുക്ക് അറിയാം 7.5 ആണ്, 7.5 എന്ന് വരും. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇവിടെ ഒറ്റ സംഖ്യയുടെ തുക കാണാൻ പറയുന്നെങ്കിൽ നമുക്കിത് 3 രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞാല് നിങ്ങൾക്ക് 15 × 34 ചെയ്യാം. ഒരു ഉത്തരം കിട്ടുമല്ലോ, അതിനെ 2 കൊണ്ട് ഹരിക്കാം. ഫസ്റ്റ് മെത്തേഡ് 15 × 34 ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം 15/2 പറഞ്ഞാൽ നമുക്കറിയാം 7.5 ആണ്. അടുത്ത മെത്തേഡിൽ നമുക്ക് 7.5 × 34 ചെയ്യാം. ഈ 2 മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാം. എങ്ങനെ ചെയ്താലും ഉത്തരം സെയിം ആക്കാനും. ഇനി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് ഞാൻ പറയാണ്, 3ാമത്തെ മെത്തേഡാണ്. ഇത് ഏത് കുട്ടിക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇവിടെ ഒരു /2 ഉണ്ട്. ഈ 2നെ 34 നമ്മൾ കട്ട് ചെയ്യാം. 2നെ 34 ഹരിച്ചാല് 34 2 എത്ര വട്ടുണ്ട് മക്കളെ? 17 വട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ അറിയാത്തവര് ഹരിച്ചു നോക്കിയാൽ മതി. 34/2 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 17 എന്ന് കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 2 അവിടെ പോയി, ഇനി അവിടെ 2 ഇല്ല. ഇനി നമുക്ക് ഇവിടെ ഉള്ളത് 15 × 17 ആണ്. അപ്പൊ നിങ്ങൾക്ക് 3 രീതിയിലും ചെയ്യാം. ഞാൻ പറഞ്ഞു എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ നിങ്ങൾ എപ്പോഴും കുട്ടികളോട് പറയുന്ന മെത്തേഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്യുന്നതാണ്. ഇതാ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം. മറ്റു 2 മെത്തേഡിലെ ഏറ്റവും സുഖമുള്ള മെത്തേഡ് അത്. ഇനി 15 × 17 നമുക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്കറിയാം 17 × 15 5 7 35 എന്ന് വരും. റിമൈൻഡർ 3, 5 1 5, 5 3 8, ഒരു 7 ഒരു 1 1 ഈക്വൽ ടു നമുക്ക് 5 8 7 15, റിമൈൻഡർ 1 2, 255 എന്ന് കിട്ടും. അത് നേരെ ഇവിടെ ഇത് ഈക്വൽ ടു 255. അതായത് ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക എത്ര കിട്ടും? നമുക്ക് 255 കിട്ടും. അതായത് ഈ സീക്വൻസിന്റെ ഫസ്റ്റ് 15 ടേംസിന്റെ സം എത്ര കിട്ടി മക്കളെ? നമുക്ക് 255. അപ്പൊ നമുക്ക് 2 രീതി ചെയ്യാം. ഒന്ന് നമുക്ക് ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, 20 30 50 അങ്ങനെയാണെങ്കിൽ നേരെ അതിന്റെ പകുതി പറഞ്ഞാൽ നമുക്ക് ഒരു സംഖ്യ കിട്ടും. അല്ലാത്ത കേസിൽ ഞാൻ പറഞ്ഞ പോലെ ഇതേപോലെ കട്ട് ചെയ്ത് ചെയ്യാം. ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ? ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഏത് കുട്ടിക്കും ക്വസ്റ്റ്യൻ ചെയ്യാം. സിമ്പിളായി ചെയ്യാൻ പറ്റുന്നില്ലേ മക്കളെ? ശരിക്കും നോക്കി മനസ്സിലാക്കി ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പൊ നമ്മള് സമ്മ് കാണാനുള്ള 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു എന്ന് കരുതുന്നു. അപ്പൊ 2 ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7 13 19 എക്സെട്ര 7 13 19 എക്സെട്ര ഈ സമാന്തര ശ്രേണിയിൽ നിങ്ങളൊരു ആദ്യത്തെ 30 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. ഫസ്റ്റ് 30 ടേംസിന്റെ തുക കണ്ടുപിടിക്കുക, സമ്മ് കണ്ടുപിടിക്കുക. അതേപോലെ 5 10 15 എക്സെട്ര 5 10 15 എക്സെട്ര ഈ സീക്വൻസിന്റെ ഒരു 25 ടേംസിന്റെ സമ്മും കണ്ടുപിടിക്കാം. ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് ആൻസർ ഒന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് മനസ്സിലാക്കിയ ശേഷം ഈ 2 ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് ഒന്ന് നിങ്ങളെ കൺഫേം ആണ് എന്ന് ഉറപ്പുവരുത്തുക.
ഓക്കെ, അപ്പോ സമ്മില് ഒരു ചെറിയ ടോപ്പിക് കൂടി ഉണ്ട്. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് സമ്മ് കാണാൻ പറഞ്ഞാല് നമുക്ക് കാണാൻ ഇക്വേഷൻ ആണ് n × n+1/2. എന്ന് പറഞ്ഞാൽ നമ്മളോട് എത്ര ടേംസിന്റെ കാണാൻ പറഞ്ഞ അതാണ് നമ്മുടെ n. അപ്പൊ ചെറിയൊരു ഇക്വേഷൻ ആണ്, ഇതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു n × n+1/2. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാച്ചുറൽ നമ്പേഴ്സ് പറഞ്ഞാൽ എന്താണ് 1 2 3 എക്സെട്ര ഇങ്ങനെ പറഞ്ഞു പോകുന്ന നമ്പേഴ്സിനാണ്. 1ൽ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന നമ്പേഴ്സ് നമ്മൾ എന്ത് വിളിക്കുക? നാച്ചുറൽ നമ്പേഴ്സ് വിളിക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വരിക? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക കണ്ടുപിടിക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വരിക. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? Sn ഈസ് ഈക്വൽ ടു n × n+1/2. നമ്മളോട് എത്ര പദങ്ങളുടെ പറഞ്ഞേക്കണേ? 10 പദങ്ങളുടെ അല്ലേ? അപ്പൊ n എന്തായിട്ട് എടുക്കുക? n ഈസ് ഈക്വൽ ടു 10. ഇനി 20 പദങ്ങളുടെ പറഞ്ഞ എന്തായാലും n ഈസ് ഈക്വൽ ടു 20. അപ്പൊ നമുക്ക് n ഈസ് ഈക്വൽ ടു എന്ത് വരും? 10 × 10+1/2 എന്ന് വരും. ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കട്ട് ചെയ്താൽ നമുക്ക് 5 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 5 × 10+1 പറഞ്ഞാൽ 11. ഈസ് ഈക്വൽ നമുക്ക് എത്ര കിട്ടും? 55 എന്ന് കിട്ടും. സിമ്പിൾ ടോപ്പിക് ആണ്. നമുക്ക് ഇതിൽ എത്ര ടേംസിന്റെ സമ്മാണോ കാണാൻ പറഞ്ഞാൽ അതാണ് നമ്മുടെ n മാത്രമുള്ള ഇതിൽ ഇട്ട് കൊടുക്കാൻ. അപ്പൊ n × n+1/2 പറഞ്ഞാല് 10 × 10+1/2 ഈസ് ഈക്വൽ ടു നമുക്ക് 10ഉം 2ഉം കട്ട് ചെയ്ത് 5 എന്ന് വരും. 5 × 11 പറഞ്ഞാൽ എത്ര വരും? 55 എന്ന് കിട്ടും. ഓക്കെ ആണോ? സിമ്പിൾ ടോപ്പിക് ആണ് മക്കളെ. നിങ്ങൾ പറ്റുമെങ്കിൽ ആദ്യത്തെ 20 ടേംസിന്റെ സമ്മ കൂടി കണ്ടുപിടിക്കുക. സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക. സെയിം ഇക്വേഷൻ ആണ് n × n+1/2. n എന്ത് ഇട്ട് കൊടുക്കുക? 20 ഇട്ട് കൊടുക്കുക. ഓക്കെ ആണോ മക്കളെ? അപ്പോ നമ്മൾ 2 ടോപ്പിക് സെറ്റായി പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കൊരു 3ാമത്തെ ടോപ്പിക്കും കൂടി പഠിച്ചു കഴിഞ്ഞാല് നമുക്കൊരു 2 ടോപ്പിക്കും കൂടി അത് കഴിഞ്ഞ് ഈ പാഠം നമുക്ക് സെറ്റ് ആയി പഠിക്കുക. ഇത്രയുള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് സെറ്റായി പഠിയുന്നില്ലത് 100% ഷുവറാണ്. അപ്പൊ മക്കളെ നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ അടുത്തതാണ് ജനറൽ ഫോം. ജനറൽ ഫോം ഓഫ് എക്സ്റ്റൻ, അതായത് ആൽജിബ്ര എക്സ്പ്രഷന്റെ അല്ലെങ്കിൽ nth ടേമിന്റെ ഒക്കെ ജനറൽ ഫോം ആയിട്ട് നമുക്ക് പറയുന്നത് xn ഈസ് ഈക്വൽ ടു an + b എന്നാണ് ജനറൽ ഫോം ആയിട്ട് പറയുന്നത്. ഇതൊന്നുമില്ല, നമുക്ക് ഇങ്ങനത്തെ ഫോമിൽ നമുക്ക് തരികയാണ് ക്വസ്റ്റ്യനിൽ. ഇപ്പൊ xn ഈസ് ഈക്വൽ ടു 3n + 2, xn ഈസ് ഈക്വൽ ടു 5n - 2, അല്ലെ xn ഈസ് ഈക്വൽ ടു 7n + 3. അങ്ങനെ ജനറൽ ഫോം ആയിട്ട് നമുക്ക് തരികയാണ്, ക്വസ്റ്റ്യനിൽ തരികയാണ്. xn ഈസ് ഈക്വൽ ടു പറഞ്ഞ് തരികയാണെങ്കിൽ അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറയും. ഇതാണ് ഈ ടോപ്പിക് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ജനറൽ ഫോം ആയിട്ട് പറയും xn ഈസ് ഈക്വൽ ടു 3n + 2 എന്ന് തരികയാണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ദ ആൽജിബ്ര എക്സ്പ്രഷൻ ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് ഈക്വൽ ടു 3n + 2 എന്ന് തരികയാണ്. അല്ലെങ്കിൽ nth ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 3n + 2 എന്ന് തരികയാണ്. ഇങ്ങനെ തന്നു കഴിഞ്ഞാല് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഫസ്റ്റ് നമ്മളോട് d എത്രയെന്ന് ചോദിക്കും, അതായത് കോമൺ ഡിഫറൻസ് എത്രയെന്ന് ചോദിക്കും. അപ്പൊ ജനറൽ ഫോമിൽ നമുക്ക് തന്നു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല മക്കളെ, സിമ്പിൾ ആണ്. എന്നിന്റെ കൂടെ ഏതാ നമ്പർ നോക്കിയാൽ മതി. ഇവിടെ എന്നിന്റെ കൂടെ ഏതാണ്? 3 ആണ്. അപ്പൊ നമ്മുടെ കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് 3 എന്ന് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ആൽജിബ്ര എക്സ്പ്രഷന്റെ ജനറൽ ഫോം xn ഈസ് ഈക്വൽ ടു n + b തന്നാല് കോമൺ ഡിഫറൻസ് കാണാനൊന്നുമില്ല. എന്നിന്റെ കൂടെ ഏതാണോ നമ്പർ അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. സിമ്പിൾ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് 3n + 2 എന്ന് ക്വസ്റ്റ്യനിൽ തന്നു. ദ ആൽജിബ്ര എക്സ്പ്രഷൻ ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 3n + 2 എന്ന് തന്നു. എന്നിട്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറയാണ്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ എന്താ ചെയ്യേണ്ട മക്കളെ? ഒന്നുമില്ല, നമ്മൾ താഴെ xn ഈസ് ഈക്വൽ ടു 3n + 2 എന്ന് എഴുതി കൊടുക്കുക. ആൻസർ ആയിട്ട് എഴുതി കൊടുത്ത ശേഷം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ്? d എത്രയെന്നാണ്. അപ്പൊ d എത്രയാണ് മക്കളെ? എന്നിന്റെ കൂടെ ഏതാ നമ്പർ? 3 ആണ്. അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. ഇനി നമ്മളോട് നിന്ന് ചോദിക്കുക x1 ആദ്യ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എത്രയെന്ന് ചോദിക്കും. അപ്പൊ ഫസ്റ്റ് ടേം കാണാൻ ഒന്നുമില്ല, നമുക്ക് ആൽജിബ്ര എക്സ്പ്രഷന്റെ ജനറൽ ഫോം തന്നിട്ട് ഫസ്റ്റ് ടേം കാണാൻ ഒന്നുമില്ല മക്കളെ. എന്നിന്റെ പകരം 1 ഇട്ട് കൊടുക്കുക. എന്നിന് പകരം 1 ഇട്ട് കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. അപ്പൊ ഇവിടെ xn ഈസ് ഈക്വൽ ടു 3n + 2 എന്നാണ്. അപ്പൊ x1 കാണാൻ എന്ത് ചെയ്താൽ മതി? 3 ഇൻറ്റു ഫസ്റ്റ് ടേം അല്ലേ കാണാൻ പറഞ്ഞ, അപ്പൊ എന്നിന്റെ പകരം എന്തിട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. 3 × 1 + 2 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 3 + 2 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും ഫസ്റ്റ് ടേം. അപ്പൊ നമുക്ക് 2 കാര്യം കാണാൻ നമ്മൾ പഠിച്ചു. ഒന്ന് ജനറൽ ഫോം തന്നിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? എന്നിന്റെ കൂടെ നമ്പർ ഏതാണോ അത് നോക്കുക, 3 ആണ്. ഫസ്റ്റ് ടേം കാണാൻ ഇനി എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ ആണ് മക്കളെ. ഫസ്റ്റ് ടേം കാണാൻ എന്താ ചെയ്യാ? എന്നിന്റെ പകരം 1 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് വരും? 3 × 1 + 2, 3 + 2 ഈസ് ഈക്വൽ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഇത്രേ ഉള്ളൂ. ഇനി ഇതൊന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ സീക്വൻസിന്റെ 10ാമത്തെ ടേം എത്രയെന്ന് ചോദിക്കും, അല്ലെങ്കിൽ 10ാം പദം എത്ര? ഈ ശ്രേണിയുടെ 10ാം പദം എത്ര? അപ്പൊ നമുക്ക് ജനറൽ ഫോം തന്നിട്ട് 10ാം പദം കാണാൻ തന്നെ, അതായത് പൊതുവായ രൂപം തന്നിട്ട് നമുക്ക് 10ാം പദം കാണാൻ പറഞ്ഞാൽ ഈ 10th ടേം കാണാൻ ഒന്നുമില്ല. നമ്മൾ 1ാം പദം കാണാൻ എന്താ ചെയ്തേ? എന്നിന് 1 ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് 10ാം പദം കാണാൻ അല്ലെങ്കിൽ 10th ടേം കാണാൻ എന്ത് ചെയ്യുക? എന്നിന് 10 ഇട്ട് കൊടുക്കുക. ജനറൽ ഫോമിൽ എന്നിന് പകരം എന്തിട്ട് കൊടുത്താൽ മതി? 10 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ എന്താ വരും മക്കളെ? നിങ്ങൾ എന്ന് പറയാം 3 ഇൻറ്റു. അപ്പൊ നമുക്ക് ചെയ്യാം 3 ഇൻറ്റു 10ാമത്തെ ടേം അല്ലേ കാണാൻ പറഞ്ഞ, എന്നിന് പകരം എന്തിട്ട് കൊടുക്കുക? 10
പ്ലസ് 2 ഈസിക്കൽ ടു എന്ത് വരും 3 × 10 പറഞ്ഞാൽ 30 പ്ലസ് 2 ഈസിക്കൽ നമുക്ക് എത്ര കിട്ടും 32 എന്ന് കിട്ടും. ഇത്രേ ഉള്ളൂ മക്കളെ. അപ്പൊ ഒരു ജനറൽ ഫോം തന്നിട്ട് നമ്മളോട് എന്തൊക്കെ കാണാൻ പറയും, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറയും, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറയും, ഈ സീക്വൻസ് ഏതെങ്കിലും ഒരു ടേമും കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഞാൻ ഒന്നുകൂടി പറയാണ്, എന്നിന്റെ കൂടെ ഏതാണോ നമ്പർ അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം കാണാൻ എന്ത് ചെയ്താൽ മതി, എന്നിന് 1 ഇട്ട് കൊടുത്താൽ മതി. 10th ടേം കാണാൻ എന്ത് ചെയ്താൽ മതി, എന്നിന് 10 ഇട്ട് കൊടുത്താൽ മതി. ഇനി 100ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ എന്നിന് 100 ഇട്ട് കൊടുക്കുക. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് xn = ക്വസ്റ്റ്യനിൽ തരികയാണ് ഒരു 9n - 5. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ആൽജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് എൻ അരിതമെറ്റിക് സീക്വൻസ് ഈസ് 9n - 5 അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 9n - 5 ആണ്. ഇങ്ങനെ തരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് xn = 9n - 5 എന്ന് എഴുതി വെക്കുക. ഇനി നമ്മളോട് ഇതിൽ ചോദിക്കുക എന്താണ്, കോമൺ ഡിഫറൻസ് എത്രയെന്നാണ്, പൊതുവ്യത്യാസം എത്രയെന്നാണ്. നമുക്ക് പറയാൻ പഠിച്ചില്ലേ, നമ്മൾ പഠിച്ചില്ലേ എന്താ ചെയ്യണ്ടേ, എന്നിന്റെ കൂടെ ഏതാ നമ്പർ നോക്കുക, എന്നിന്റെ കൂടെ ഏതായിരുന്നു 9 ആണ്, അതാണ് നമ്മുടെ പൊതുവ്യത്യാസം. ഏത് കുട്ടിക്കും ഇത് ചെയ്യാൻ കഴിയും. നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. പെന്നിന്റെ കൂടെ അല്ലത് 9 ആണ്. അപ്പൊ നമ്മൾ എന്ത് കിട്ടി, കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 9 എന്ന് കിട്ടി. ഇനി അടുത്തത് നമ്മളോട് എന്താ ചോദിക്കുക, ആദ്യ പദം എത്രയെന്നല്ലേ ചോദിക്കുക. ആദ്യ പദം ചെയ്യാൻ നമ്മൾ പഠിച്ചു, എന്നിന് എന്ത് ഇട്ട് കൊടുത്താൽ മതി, 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 9 × 1 - 5 9 - 5 നമുക്ക് എത്ര കിട്ടും, 4 എന്ന് കിട്ടും. ഫസ്റ്റ് ടേം കിട്ടാൻ നമ്മൾ പഠിച്ചു, എന്നിന് എന്ത് ഇട്ട് കൊടുത്താൽ മതി മക്കളെ, 1 ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മളോട് ചോദിക്കാണ് ഈ സീക്വൻസിലെ 20ാമത്തെ ടേം എത്രയെന്ന് ചോദിക്കാണ്. എന്തെങ്കിലും പണിയുണ്ടോ, ഒരു പണിയില്ല. എന്നിന് എന്തിട്ട് കൊടുത്താൽ മതി, 20 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 9 × 20 - 5 180 - 5 നമുക്ക് എത്ര കിട്ടും, 175 എന്ന് കിട്ടും. ഇത്രേ ഉള്ളൂ. ഇതൊന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ ഒരു ആൽജിബ്ര എക്സ്പ്രഷന്റെ ജനറൽ ഫോം തന്നിട്ട് നമ്മളോട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറയും, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറയും, ഈ സീക്വൻസിന്റെ ഏതെങ്കിലും ടേം കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ മക്കളെ ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക. കോമൺ ഡിഫറൻസ് കാണാൻ എന്നിന്റെ കൂടെ ഏതാണോ നമ്പർ അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം കാണാൻ എന്നിന് എന്തിട്ട് കൊടുക്കുക, 1 ഇട്ട് കൊടുക്കുക. 10ാമത്തെ ടേം ആണെങ്കിൽ എന്നിന് 10 ഇട്ട് കൊടുക്കുക. 20ാമത്തെ ടേം ആണെങ്കിൽ എന്നിന് 20 ഇട്ട് കൊടുക്കുക. 100ാമത്തെ ടേം ആണെങ്കിൽ എന്ത് ചെയ്യുക, എന്നിന് 100 ഇട്ട് കൊടുക്കുക. എത്രേ ഉള്ളൂ. 3 മാർക്ക് 4 മാർക്ക് സുഖമായി നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി ചെയ്യാം. ഓക്കെ മക്കളെ. ഓക്കെ, അപ്പൊ നമ്മൾ ജനറൽ ഫോം തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ xn = 8n + 7 xn = 12n - 9 ഈ 2 ക്വസ്റ്റ്യൻ്റെ നിങ്ങൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, അതേപോലെ ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ x1 കണ്ടുപിടിക്കുക, അതേപോലെ ഈ സീക്വൻസിന്റെ രണ്ടത്തെയും 15ാമത്തെ ടേം കൂടി കണ്ടുപിടിക്കുക. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക, ആദ്യത്തെ 15ാമത്തെ ടേമും കൂടി നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്, ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. നിങ്ങൾ ഏത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത പേപ്പർ കാണില്ല. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. അടുത്ത ജനറൽ ഫോം ഓഫ് SN, അതായത് സമ്മിന്റെ ജനറൽ ഫോം. നേരത്തെ നമ്മൾ പറഞ്ഞു ആൽജിബ്ര എക്സ്പ്രഷൻ അല്ലെങ്കിൽ XNന്റെ ജനറൽ ഫോം തന്നിട്ട് അതിന് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് എന്തും തരും ക്വസ്റ്റ്യനിൽ, സമ്മിന്റെ ജനറൽ ഫോം തരും. അപ്പൊ അത് തന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ കഴിയണം, നേരത്തെ കണ്ടുപിടിച്ച പോലെ ഓരോ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയണം. അപ്പൊ നമുക്ക് സമ്മിന്റെ ജനറൽ ഫോം എന്താണ് നോക്കിയാലോ. സമ്മിന്റെ ജനറൽ ഫോം പറഞ്ഞാൽ SN = Pn² + Qn ആണ്. അപ്പൊ സമ്മിന്റെ ജനറൽ ഫോം പറഞ്ഞാൽ SN = Pn² + Qn ആണ്. അപ്പൊ ഇങ്ങനത്തെ ഫോമിലാണ് നമുക്ക് സമ്മിന്റെ ജനറൽ ഫോം തരുന്നതെങ്കിൽ ഇതിന് നമുക്ക് കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനൊന്നുമില്ല. D = n² കൂടെയുള്ള സംഖ്യയാണ് p. ആ പിന്റെ ഇരട്ടി എടുക്കുക. അതായത് D = എന്ത് ചെയ്താൽ മതി, 2p ചെയ്താൽ മതി. അപ്പൊ Pn² + Qn ഫോമിൽ തന്നിട്ട് കോമൺ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്താൽ മതി, D = 2p. അതായത് പിന്റെ ഇരട്ടി എടുക്കുക. അതേപോലെ ഫസ്റ്റ് ടേം കാണാൻ x1 കാണാൻ നമുക്ക് p + q. ഇവിടെ പിന്റെയും ക്യൂവിന്റെ സ്ഥാനത്ത് ഓരോ സംഖ്യകൾ ഉണ്ടാവും, അത് തമ്മിലൊന്ന് കൂട്ടിയാൽ മതി. അപ്പൊ എന്ത് വരും, p + q എന്ന് വരും. ഇതാണ് മക്കളെ ഇമ്പോർട്ടന്റ് ആണ്. സമ്മിന്റെ ജനറൽ ഫോം തന്നിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടി വരും, ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, D = 2p. അതേപോലെ ഫസ്റ്റ് ടേം കാണാനോ p + q ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ കിടക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരിക, ദ സം ഓഫ് n ടേംസ് ഓഫ് എൻ അരിതമെറ്റിക് സീക്വൻസ് ഈസ് 4n² + 3n എന്ന് തരും. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക 4n² + 3n എന്ന് തരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, xn ഉം
എസ് എന്നും എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? എക്സ് എൻ ആണെങ്കിൽ അവിടെ സ്ക്വയർ ഉണ്ടാവില്ല, എസ് എൻ ആണെങ്കിൽ അവിടെ സ്ക്വയർ ഉണ്ടാവും. സം ആവുമ്പോൾ സ്ക്വയർ ഉണ്ടാവും, ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൽജിബ്ര എക്സ്പ്രഷൻ ആകുമ്പോൾ എന്തുണ്ടാവില്ല? സ്ക്വയർ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം എസ് എൻ ഈസ് ഈക്വൽ ടു 4n² + 3n എന്ന് എഴുതി വെക്കണം. അപ്പൊ നമുക്ക് ഈ എസ് എൻ എങ്ങനെ മനസ്സിലായത്? ഇവിടെ സ്ക്വയർ ഉണ്ട്, എന്നിന്റെ സ്ക്വയർ ഉണ്ടെങ്കിൽ അത് എസ് എൻ ആണ്. അപ്പൊ സമ്മിന്റെ ജനറൽ ഫോം തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം പറഞ്ഞു? കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കണം, ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കണം. അപ്പൊ സം ഓഫ് n ടേംസ് ഓഫ് an arithmetic sequence is 4n² + 3n തന്നാൽ ആദ്യം നമ്മൾ എഴുതേണ്ട എസ് എൻ ഈസ് ഈക്വൽ ടു 4n² + 3n എന്ന് എഴുതി വെക്കുക. ഇനി ഫസ്റ്റ് നമ്മളോട് ചോദിക്കാം കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എത്രയെന്നാണ്. ഇതിനു മുമ്പ് നമ്മൾ രണ്ട് കാര്യം എഴുതി വെക്കണം, പിയും ക്യൂ ഏതാണെന്ന് എഴുതി വെക്കുക. ഇവിടെ പി പറഞ്ഞാല് n² കൂടെയുള്ള നമ്പറിനെ നമ്മൾ പി എന്ന് വിളിക്കുക. n² കൂടെ ഇവിടെ എത്ര മക്കളെ? 4 ആണ്. അപ്പൊ നമ്മുടെ പി കിട്ടിയ മക്കളെ n² കൂടെയുള്ള നമ്പറാണ് പി. ഇനി ക്യൂ പറഞ്ഞ എന്താണ്? ക്യൂ എൻ എന്നല്ലേ, എന്നിന്റെ കൂടുതൽ നമ്പർ നമ്മൾ ക്യൂ എന്ന് വിളിക്കുക. അപ്പൊ ക്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഇതൊന്ന് ആദ്യം എഴുതി വെക്കുക, പി എത്രയെന്ന് എഴുതി വെക്കുക, ക്യൂ എത്രയെന്ന് എഴുതി വെക്കുക. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം, പൊതുവ്യത്യാസം കാണാം. മക്കളെ എന്താ പഠിച്ചേ? 2p, അതായത് പിന്റെ ഇരട്ടി എടുക്കുക. അതായത് ഇവിടെ പി എത്ര? 4. അപ്പൊ 2 × 4 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും മക്കളെ? 8 കിട്ടും. കോമൺ ഡിഫറൻസ് സിമ്പിൾ ആയി കിട്ടിയില്ലേ? എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാലോ, പി എത്രയെന്ന് നോക്കുക, പിന്റെ ഇരട്ടി എടുക്കുക. 4ന്റെ ഇരട്ടി എത്ര മക്കളെ? 8 ആണ്. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് ഇതിന് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ആദ്യ പദം കണ്ടുപിടിക്കണം, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം കാണാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, പിയും ക്യൂ ഒന്ന് കൂട്ടിയാൽ മതി, പി പ്ലസ് ക്യൂ. അപ്പൊ എന്ത് വരും? 4 + 3 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 7 കിട്ടും. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസും കിട്ടി, എന്ത് കിട്ടി? ഫസ്റ്റ് ടേമും കിട്ടി. കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾ 2p എടുക്കുക, ഫസ്റ്റ് ടേം എന്ത് ചെയ്യുക? p + q എടുക്കുക. ഇനി ഇതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് 2 മാർക്കിനും കൂടി വരുന്ന ചോദ്യമാണ്. ഒരു സീക്വൻസിനായിട്ട് നമുക്ക് ചോദിക്കും, ആദ്യത്തെ 10 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക, സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് ദി സീക്വൻസ്. അപ്പോഴാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരിക. 10 ടേംസിന്റെ സമ്മ് കാണാൻ നമ്മൾ ഏതാ യൂസ് ചെയ്യേണ്ടത്? നേരത്തെ പഠിച്ച എസ് എൻ ഈസ് ഈക്വൽ ടു n/2 × x1 + xn അത് ചെയ്യണോ? അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ തന്നത് സമ്മിന്റെ ജനറൽ ഫോം ആണ്. സമ്മിന്റെ ജനറൽ ഫോം തന്നിട്ട് സമ്മ് കണ്ടുപിടിക്കാൻ ഒന്നും ചെയ്യേണ്ട മക്കളെ. ഇവിടെ എന്നിലോട്ട് 10 ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾ n = n/2 × x1 + xn ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെപ്പ് ചെയ്യണം. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ എന്നിലോട്ട് എന്തിട്ട് കൊടുത്താൽ മതി? 10 ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇത് എന്തിന്റെ ജനറൽ ഫോം ആടാ? സമ്മിന്റെ ജനറൽ ഫോം ആണ്. സമ്മിന്റെ ജനറൽ ഫോം ആണ്. സമ്മ് കാണാൻ പറഞ്ഞ ഒന്നുമില്ല, ഫസ്റ്റ് 10 ടേംസിന് സമ്മ് കാണാൻ പറഞ്ഞാൽ എന്നിന്റെ പകരം 10 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് വരും? 4 × n അല്ലേ 10² + 3 × 10. നമ്മൾ എന്നിന് പകരം 10 ഇട്ട് കൊടുത്തു. അപ്പൊ എന്ത് വരും? 4 × 10² നമുക്ക് 100 എന്ന് അറിയാം, + 3 × 10 അറിഞ്ഞാൽ 30 ഈസ് ഈക്വൽ ടു 4 × 100 എത്ര മക്കളെ? 400 ആണ്. 400 + 30 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 430 എന്ന് കിട്ടും. നമുക്ക് 2 സ്റ്റെപ്പിൽ ആൻസർ കിട്ടി. നിങ്ങൾക്ക് അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. എപ്പോഴും മനസ്സിലാക്കുക, സമ്മിന്റെ ജനറൽ ഫോം തന്നിട്ട് pn² + qn ഫോമിൽ സമ്മിന്റെ ജനറൽ ഫോം തന്നിട്ട് സമ്മ് കാണാൻ പറഞ്ഞ് എന്ത് ചെയ്താൽ മതിയോ മക്കളെ? എന്നിലോട്ട് ഏതാണോ സംഖ്യ, 10 ടേംസിന്റെ സമ്മാണെങ്കിൽ എന്നിലോട്ട് 10 ഇട്ട് കൊടുക്കുക, 30 ടേംസിന്റെ സമ്മാണെങ്കിൽ എന്നിലോട്ട് 30 ഇട്ട് കൊടുക്കുക. ഇത്ര ചെയ്താൽ മതി. ഓക്കെ ആണോ മക്കളെ? സിമ്പിൾ അല്ലേ? നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കിയാലോ? ഒന്നുകൂടി നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് എസ് എൻ ഈസ് ഈക്വൽ ടു 5n² - 2n തന്നിക്കണം. ഇത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും പഠിഞ്ഞു കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാന്ന്. എല്ലാവർക്കും ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും പഠിഞ്ഞു, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അതിന് മുമ്പ് നമ്മൾ പിയും ക്യൂ ഒന്ന് എത്ര എഴുതി വെക്കുക. പി കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, p is equal to n² കൂടെ ഏതാ നമ്പർ? അതാണ് നമ്മളെ p. അപ്പൊ അവിടെ n² കൂടെ എത്ര മക്കളെ? 5 അല്ലേ? അപ്പൊ p is equal to 5. അതേപോലെ നമുക്ക് എന്തും കൂടി കണ്ടുപിടിക്കണം? q കണ്ടുപിടിക്കണം. ഇതിലാണ് എല്ലാ കുട്ടികൾക്കും തെറ്റിയ. q പറഞ്ഞാൽ എന്നിന്റെ കൂടെ അല്ല നമ്പറാ. നിങ്ങൾ പറയാം എന്നിന്റെ കൂടെ ഇവിടെ ഏതാ നമ്പർ? 2 ആണോ? 2 ആണോ മക്കളെ നമ്പർ? അല്ല, 2 അല്ല എന്നിന്റെ കൂടെ, -2 ആണ്. ആ സൈന് ചിഹ്നം കൂടി നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ആൻസർ തെറ്റും. എപ്പോഴും ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്നിന്റെ കൂടെ ഏതാണോ സൈനും കൂടി നോക്കണം. വെറും 2 എടുത്ത് നമ്മൾ ആൻസർ തെറ്റി. ഇവിടെ എന്നിന്റെ കൂടെ ഏതാണ്? -2 ആണ്. അപ്പൊ നമ്മളെ ക്യൂ എന്ത് വരും മക്കളെ? -2 എന്ന് വരും. ഇതൊന്ന് ശ്രദ്ധിച്ച എല്ലാം ശരിയായി. ഇപ്പൊ പ്ലസ് വരുമ്പോ നമുക്കൊന്നും നോക്കാല്ല. മൈനസ് ആവുമ്പോ എന്നിന്റെ കൂടെ -2 ആണെങ്കിൽ -2 എടുക്കണം, -3 ആണെങ്കിൽ -3 എന്ന് എടുക്കണം. ഇനി സുഖമാണ് നമുക്ക് കോമൺ ഡിഫറൻസ് കാണാൻ. എന്താ ചെയ്യാം മക്കളെ? പിന്റെ ഇരട്ടി എടുക്കല്ലേ. ഇവിടെ പി എത്രയാണ്? 5. അപ്പൊ 2 × 5 ഇസിക്കൽ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും. സിമ്പിളായ ഒരു മാർക്ക് കിട്ടിയില്ലേ? പിന്റെ ഇരട്ടി എടുക്കുക. അതേപോലെ നമ്മളോട് ഫസ്റ്റ് ടേം കാണാൻ പറഞ്ഞു. ഫസ്റ്റ് ടേം കാണാൻ പറഞ്ഞ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? p + q ചെയ്യാ. അതായത് 5 + q എത്ര മക്കളെ? -2 ആണ്. അപ്പോ പ്ലസും മൈനസും ഒപ്പം വന്നാൽ നമ്മൾ പഠിച്ചു, പ്ലസും മൈനസും ഒപ്പം വന്നാൽ എന്താവും? മൈനസ് ആവും. അപ്പൊ 5 - 2 നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസും കിട്ടി, ഫസ്റ്റ് ടേമും കിട്ടി. ഇനി നമ്മളോട് ചോദിക്കാൻ ചാൻസ്, ഈ സീക്വൻസിന്റെ ആദ്യത്തെ ഒരു 20 ടേംസിന്റെ സമ്മ്,
ഫസ്റ്റ് 20 ടേംസിന്റെ സം, ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കണം. എന്താ ചെയ്യാ മക്കളെ, നമ്മളടുത്തുള്ളത് എന്താണ്, സമ്മിന്റെ ജനറൽ ഫോം ആണ് നമ്മുടെ കയ്യിലുള്ളത്. സമ്മിന്റെ ജനറൽ ഫോം തന്നിട്ട് 20 ടേംസിന്റെ തുക കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ, എന്നിലോട്ട് 20 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ ഒരു S20 ഈസ് ഈക്വൽ ടു 5 × 20 സ്ക്വയർ മൈനസ് 2 × 20 എന്ന് വരും. ഇനി നമുക്കറിയാം 5 × 20 സ്ക്വയർ നമുക്ക് 400 ആണെന്ന് അറിയാം, മൈനസ് 2 × 20 പറഞ്ഞാൽ 40 എന്ന് വരും. ഇനി 5 × 400 പറഞ്ഞാൽ എത്ര, 5 × 4 20, പിന്നെ 2 0, എത്ര വരും നമുക്ക് 2000 എന്ന് വരും. മൈനസ് 40 ഫിസിക്കലി നമുക്ക് 1960 എന്ന് കിട്ടും. അതായത് ഈ സീക്വൻസിന്റെ ആദ്യത്തെ 20 ടേംസിന്റെ സം എത്ര മക്കളെ, 1960 എന്ന് വരും. സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സമ്മിന്റെ കാര്യങ്ങൾ പഠിച്ചു, ജനറൽ ഫോം തന്ന എന്താ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി 2 ക്വസ്റ്റ്യനും കൂടി, അതായത് Sn ഈസ് ഈക്വൽ ടു 9n സ്ക്വയർ പ്ലസ് 5n ഉം Sn ഈസ് ഈക്വൽ ടു 7n സ്ക്വയർ മൈനസ് 4n ഉം. ഇതിന്റെ രണ്ടിന്റെയും നിങ്ങൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, അതേപോലെ ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കുക, അതേപോലെ ആദ്യത്തെ ഒരു 30 പദങ്ങളുടെ തുക, ഫസ്റ്റ് 30 ടേംസിന്റെ സം. ഇത് 3 നിങ്ങൾ ഒറ്റക്കൊന്ന് ചെയ്ത് സെറ്റ് ആക്കി എടുക്കണം. അപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയ ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ. അപ്പൊ മക്കളെ, നമ്മളെ ഇന്നത്തെ ക്ലാസ് എല്ലാം അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്ര നേരം ചെയ്തതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ ഓക്കെ അല്ലേ മക്കളെ, സെറ്റ് അല്ലേ? അപ്പോ നമ്മൾ ഒന്നും കൂടി, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്, നിങ്ങളൊക്കെ ഓക്കെ ആണ്, ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ക്വസ്റ്റ്യൻ തന്നതാണ്. അപ്പൊ ക്ലാസ് ശരിക്കും കാണുക, തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടി നിങ്ങൾക്ക് സെറ്റാണ് നമുക്കറിയാം, എന്നാലും ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്താണ്, ആൽജിബ്ര എക്സ്പ്രഷൻ കാണാനാണ്. എന്റെ ഇക്വേഷൻ മക്കളെ, Xn ഈസ് ഈക്വൽ ടു Dn പ്ലസ് F മൈനസ് T. ഫസ്റ്റ് ടോപ്പിക് അതായിരുന്നു, അത് നമ്മൾ ഉഷാറായി കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അടുത്ത എന്താണ്, നമ്മൾ സമ്മ് കാണാൻ ഇക്വേഷൻ, ഏത് ടേംസ് ആയിക്കോട്ടെ, ഓഡ് ആയിക്കോട്ടെ, ഈവൻ നമ്പർ ടേംസ് ആയിക്കോട്ടെ, ഏത് കണ്ടാലും നമ്മൾ സമ്മ് കാണാൻ ഇക്വേഷൻ ചെയ്യുന്നു. Sn ഈസ് ഈക്വൽ ടു n/2 × x1 പ്ലസ് xn. അതും നമ്മൾ സെറ്റ് ആയിട്ട് പഠിച്ചു. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തന്നു, അതേപോലെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് സെറ്റ് ആക്കുക. അപ്പൊ നമ്മുടെ സെക്കൻഡ് ടോപ്പിക് അതായിരുന്നു. അതേപോലെ നമ്മൾ സബ് ടോപ്പിക് ആയിട്ട് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്, നാച്ചുറൽ നമ്പേഴ്സ് സമ്മ് ആണ്. ജസ്റ്റ് സ്പെസിഫിക് ഇക്വേഷൻ പറഞ്ഞു തന്നെ, എന്തെങ്കിലും ഇക്വേഷൻ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് സമ്മാണ് ഇക്വേഷൻ Sn ഈസ് ഈക്വൽ ടു n × n പ്ലസ് 1/2. ഓക്കെ. അപ്പൊ അതായിട്ട് ഒരു സബ് ടോപ്പിക് ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. അടുത്ത 3ാമത്തെ ടോപ്പിക് നമ്മൾ പഠിച്ചു ജനറൽ ഫോം. എന്തിന്റെ ജനറൽ ഫോം, Xn പറഞ്ഞ എന്താണ്, ആൽജിബ്ര എക്സ്പ്രഷൻ അല്ലെങ്കിൽ nth ടേം പറയും. ഇതിന്റെ ജനറൽ ഫോം കാണാൻ നമ്മൾ പഠിച്ചു. ജനറൽ ഫോം തന്നിട്ട് നമ്മൾ കോമൺ ഡിഫറൻസ്, ഫസ്റ്റ് ടേം, ഏതെങ്കിലും ഒരു ടേംസ് കാണാനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതായിരുന്നു നമ്മൾ 3ാമത്തെ ടോപ്പിക്. നിങ്ങൾക്ക് സെറ്റ് ആയിട്ടില്ല മക്കളെ, ഉഷാറല്ലേ? അപ്പൊ നമ്മൾ 3ാമത്തെ ടോപ്പിക്കും കഴിഞ്ഞു. 4ാമത്തെ ടോപ്പിക്കിൽ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് സമ്മിന്റെ ജനറൽ ഫോം. സമ്മിന്റെ ജനറൽ ഫോം എന്തായിരുന്നു, Sn ഈസ് ഈക്വൽ ടു Pn സ്ക്വയർ പ്ലസ് Qn ആണ്. ഈ ഫോമിൽ തന്നാൽ നമ്മൾ കോമൺ ഡിഫറൻസ് കാണാനും ഫസ്റ്റ് ടേം കാണാനും എത്ര ടേംസിന്റെ തുക, അല്ലെങ്കിൽ 20 ടേംസിന് 30 ടേംസിന് ഏത് തുക കാണാനും നമ്മൾ പഠിച്ചു. നിങ്ങൾ അത് ഉഷാറായി പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ എന്തായാലും സെറ്റ് ആക്കി എല്ലാം ചെയ്ത് നോക്കണം. അപ്പൊ 4ാമത്തെ ടോപ്പിക് എന്ത് ചെയ്യുന്നു, ജനറൽ ഫോം ഓഫ് Sn. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ടോപ്പിക്സ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഒന്നും ഒരു മാർക്കും പോവില്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും, എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന 100% ഗ്യാരണ്ടി തരാണ്. നമ്മുടെ ഈ ക്ലാസ് സെറ്റായി നിങ്ങൾ കാണണം. അപ്പൊ നമ്മുടെ ക്ലാസ് കാര്യങ്ങൾ കഴിഞ്ഞു. നിങ്ങൾക്ക് ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് തരലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി അങ്ങോട്ട് ഡെയിലി ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ടോപ്പിക്കിന്റെ എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസും, നിങ്ങൾക്ക് A+ എങ്ങനെ എത്തിക്കണ്ടോ ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇതിൽ ചെയ്യും. നിങ്ങൾക്ക് A+ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും